JJP അവിടെ നിർണായകമായി തീരാൻ സാധ്യതയുണ്ടോ ഇത്തവണ, പ്രത്യേകിച്ച് ജാട്ട് വോട്ടുകൾക്കിടയിൽ? ഒരു കാര്യം കൂടി സുനിൽ, ഇപ്പം JJP ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത്. JJP അവിടെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയുമായിട്ടുള്ള ആസാദ് സമാജ് പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിക്കുന്നു. അപ്പം JJPയും ആസാദ് സമാജ് പാർട്ടിയും കൂടി മത്സരിക്കുന്നു ഒരു മുന്നണിയായിട്ട്. അതേപോലെ വേറൊരു മുന്നണിയുണ്ട്, ഇന്റർനാഷണൽ ലോക്ദളും BSPയും കൂടി ചേർന്ന ഒരു മുന്നണിയുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു 5 കോർണേഡ് മത്സരം എന്ന് പറയാം. 5 കോർണേഡ് മത്സരം എന്ന് പറയുമ്പം BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, INLDയും BSPയും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നു, JJPയും ആസാദ് പാർട്ടിയും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നു. അങ്ങനെ 5 കോർണേഡ് കണ്ടസ്റ്റ് ആണ് നടക്കുന്നത്. പക്ഷേ പ്രധാനമായ മത്സരം നടക്കുന്നത് നമുക്കറിയുന്നത് പോലെ കോൺഗ്രസിനും BJPക്കും ഇടയിൽ തന്നെയാണ്. എന്നാൽ അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ INLDയും BSPയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന മുന്നണി, അതേപോലെ തന്നെ JJPയും ആസാദ് പാർട്ടിയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന മുന്നണി, ഇത് ആരുടെ വോട്ട് ബാങ്കിനെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആം ആദ്മി പാർട്ടി ഒരു വലിയ റോൾ വഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഡൽഹി ബോർഡർ ചെയ്യുന്ന PR സുനിൽ നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഡൽഹി ബോർഡർ ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും ആം ആദ്മി പാർട്ടി ഒന്ന് ഡാമേജ് ഉണ്ടാക്കുക. അതൊരു 1% വോട്ടൊക്കെ ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ INLDയും BSPയും ഈ JJPയും അതുപോലെ തന്നെ ആസാദ് പാർട്ടിയും കൂടി ചേർന്ന് ഈ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണോ ചോർച്ചയുണ്ടാക്കുക, അതോ BJPയുടെ വോട്ട് ബാങ്കിലാണോ ചോർച്ചയുണ്ടാക്കുക? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന ഹരിയാനയെ കൗതുകകരമാക്കുന്ന ഒരു കാര്യം. ഒരു ഡയറക്ട് ഫൈറ്റ് നടക്കുന്നത് BJPക്ക് ഗുണകരമാകുമോ എന്നാണ് ചോദ്യം. കാര്യം BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ 40 സീറ്റുകൾ നിലനിർത്തിയാൽ പോലും BJPക്ക് അത് നേട്ടമായിരിക്കും. അതെ, പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് അറിയോ, നമ്മൾ ഈ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജാതി രാഷ്ട്രീയം നോക്കുമ്പോൾ BJP അവിടെ എപ്പോഴും ഹരിയാനയിൽ എപ്പോഴും കളിച്ചിട്ടുള്ളൊരു കളി, ഇപ്പം നമുക്കറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ജാട്ട് സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണത്, സംസ്ഥാനമാണത്. ആ സംസ്ഥാനത്ത് 27% എന്ന് പറയുന്നത് ജാട്ട് സമുദായമാണ്. ബേസിക്കലി അവർ കർഷകരാണ്. അപ്പൊ ഈ ജാട്ട് സമുദായത്തിൽ വലിയ എതിർപ്പ് ഈ കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നോക്കുന്നതേയില്ല BJP. മറിച്ച് BJP എന്താ ചെയ്യുന്നത് അറിയാമോ, നോൺ ജാട്ട് വോട്ടിനെയാണ് സമാഹരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ബ്രാഹ്മിൻ സമുദായം, OBC വോട്ട്, നമുക്കറിയാലോ നരേന്ദ്രമോദിക്ക് ഒരു OBC നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായയുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്രാഹ്മിൻസ് ഓൾറെഡി BJPയുടെ ഒപ്പമാണ്. അപ്പോൾ ഈ ബ്രാഹ്മിൻസിൻ്റെയും അതേപോലെ തന്നെ OBCയുടെയും വോട്ട് ചേർത്തുകൊണ്ട് ഈ ജാട്ട് സമുദായത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നായബ് സൈനി വരുന്നത്. നായബ് സൈനി ഈസ് ഫ്രം OBC. OBCയിൽ ഈ സൈനി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു 5% അപ്പോൾ ദേ ആർ വെരി സ്ട്രോങ്. അപ്പോൾ ഈ നോൺ ജാട്ട് പൊളിറ്റിക്സ് ആണ് BJP അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിന് വിജയിക്കാൻ കഴിയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ SC/ST വോട്ട് എന്ന് പറയുന്ന ഒരു 21% വോട്ടുണ്ട്. അതേപോലെ ജാട്ട് വോട്ട് എന്ന് പറയുന്ന ഒരു 27% ഉണ്ട്. ഈ OBC വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് BJPക്ക് അനുകൂലമാകാൻ ഇടയില്ല. അതിലൊരു നല്ല ശതമാനം നിശ്ചയമായും കോൺഗ്രസിന് കിട്ടും. ഈ ഒരു ജാതി സമവാക്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഈ ആൻറ്റി ഇൻകംബൻസി, ഈ കർഷക പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിനൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന ജാതി കോമ്പിനേഷൻ ഈസ് ഗോയിങ് ടു വർക്ക് ഇൻ ഫേവർ ഓഫ് കോൺഗ്രസ് ഞാൻ വിചാരിക്കുന്നു.